ഹായ് മക്കളെ, പുതിയൊരു വർഷം ഇതാ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വർഷം നമ്മൾ എന്താണ് നേടാനായിട്ട് പോകുന്നത്? ക്ലാസ് 12 CBSE പഠിക്കുന്ന മക്കളുടെ മുന്നിൽ ഞാൻ ആദ്യമായി വെക്കുന്ന നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ബോർഡ് എക്സാമിനേഷന് മുഴുവൻ മാർക്കും അല്ലെങ്കിൽ നല്ലൊരു മാർക്കും സ്കോർ ചെയ്യുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബോർഡ് എക്സാമിനേഷന് വേണ്ടിയുള്ളൂ. ഈ ബോർഡ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പല കുട്ടികളും പഠിച്ച് കംപ്ലീറ്റ് ആക്കി കാണും. ഇനി ചില കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, ചിലവർ ഒന്നും തുടങ്ങിയിട്ടില്ലായിരിക്കാം. എന്തായിരുന്നാലും ശരി, ഈ ഒരു മാസം നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ മോഡൽ എക്സാമിനേഷനൊക്കെ കഴിയാൻ പോവുകയാണ്. ഈ മോഡൽ എക്സാമിനേഷൻ കഴിയുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമിനേഷനാണ്. ഫിസിക്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇനി വളരെ കുറച്ച് ദിവസം, ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ, മോഡൽ എക്സാം കഴിഞ്ഞ് ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമിനേഷനാണ് ആദ്യമായി വരാനായിട്ട് പോകുന്നത്. ഈ ഫിസിക്സ് എക്സാമിനേഷന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ പല ക്വസ്റ്റ്യനും നമ്മുടെ കിളിപാറുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ ചോദിച്ചത്. ഈ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം? ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാലും ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് നല്ല വ്യക്തമായി മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി കുറച്ച് ചാപ്റ്റർ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ നമുക്ക് വെയിറ്റേജിന് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഏകദേശം 12 മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. രണ്ടാമത്തെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിൽ മുഴുവനും തിയറിയാണ്. തിയറി മാത്രം പഠിച്ചാൽ മാത്രം മതി ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ചാപ്റ്റർ ഞാനിപ്പോൾ പറഞ്ഞ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, കറണ്ട്, ഇലക്ട്രിസിറ്റി. ഇത്രയും ചാപ്റ്ററുകൾ ന്യൂമറിക്കൽ ക്വസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചാപ്റ്റേഴ്സാണ്. ഇനി തിയറി ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ദെൻ വേവ് ഒപ്റ്റിക്സ്, ആറ്റം, ന്യൂക്ലിയർ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെമി കണ്ടക്ടർ. ഇത്രയും ചാപ്റ്റർ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് വളരെ പക്കയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അവിടെ നിന്നും വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കുറച്ച് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ചാപ്റ്ററുകൾ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കഴിയുമ്പോഴത്തേക്കും ആ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. MCQ ക്വസ്റ്റ്യനും കേസ് സ്റ്റഡിയും അസേർഷൻ റീസണും ഒക്കെ നിങ്ങളെല്ലാം കുഴപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ആ ഒരു സെക്ഷനിലോട്ടല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ തിയറിയുടെയും പക്കയായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, MCQ ആയിക്കോട്ടെ, അസേർഷൻ റീസൺ ആയിക്കോട്ടെ, കേസ് സ്റ്റഡി ആയിക്കോട്ടെ, ഏത് തരത്തിലെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്ന ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസ് നമുക്കറിയാം, CBSE ബോർഡ് എക്സാമിനേഷന് അങ്ങ് കൂടുതലായിട്ട് ചോദിക്കുന്നില്ല. ഏകദേശം ഒരു 20% മുതൽ 30% വരെയാണ് നമ്മുടെ ഡെറിവേഷൻ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത്. ആ ഡെറിവേഷൻ എങ്ങനെ പഠിക്കണം? ആ ഡെറിവേഷനൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാണാൻ പഠിച്ചോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഫുള്ളി ഡെറിവേഷൻ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചുമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെറിവേഷനൊക്കെ പക്കയായിട്ട് ക്ലാരിറ്റിയോടുകൂടി പഠിച്ചോട്ട് പോവുക. അതേപോലെ തന്നെ ഓരോ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഓരോ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ തന്നെ പഠിക്കുക. അത് നിങ്ങളെ ഗുണപ്പെടുത്തും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരികയാണെങ്കിൽ ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. നമ്മുടെ എൻഡ് ഗെയിമിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അവിടെ നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ PYQ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വർക്ക്ഷീറ്റ് ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് ഗെയിമിൽ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക.
അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫുൾ മാർക്കാണ്. അത് നമ്മൾ വാങ്ങിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പരിശ്രമിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.